ലഹരി വ്യാപനത്തിനെതിരെ വേറിട്ട ക്യാമ്പയിനുമായി തൃശൂർ അന്നമനട പഞ്ചായത്തിലെ 300-ലേറെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ആയോധന കലകളും അഭ്യാസ പ്രകടനങ്ങളും ഇഷ്ടപ്പെടുന്ന ഇവർ ലഹരിക്കെതിരെ പ്രതീകാത്മക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്നമനട പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കസോക്കു കരാട്ടെ അക്കാദമിയാണ് ഈ ലഹരി വിരുദ്ധ സേനയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുദിനം വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയകളുടെ സ്വാധീനം അന്നമനട പഞ്ചായത്തിലും ശക്തമായതോടെയാണ് ലഹരിക്കെതിരെ പോരാടാൻ നാട്ടിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തീരുമാനിച്ചത്. പഞ്ചായത്തിലെ തന്നെ നിരവധി പേർ ലഹരിക്കടിമകളായതും കേസുകളിൽ പ്രതികളായതുമാണ് ഇത്തരമൊരു പോരാട്ടത്തിന് പ്രേരണയായത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പ്രതീകാത്മകമായി ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ലഹരി വിരുദ്ധ സന്ദേശങ്ങളും അഭ്യാസ പ്രകടനങ്ങളുമായി ഇവർ തെരുവിലിറങ്ങിയത്. പ്രതീകാത്മക ലഹരി വസ്തുക്കളെ സ്വന്തം കൈകൊണ്ട് ഇടിച്ചു നശിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. കസോക്കു അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 300-ൽ-അധികം പേർ ഈ വേറിട്ട ക്യാമ്പയിനുമായി തെരുവിലിറങ്ങിയപ്പോൾ അന്നമനട പഞ്ചായത്തും പൂർണ്ണ പിന്തുണ നൽകി സഹകരിച്ചു. കേരളം ഒന്നടങ്കം ഇപ്പോൾ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ കരാട്ടക്കാർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക. 36 വർഷത്തിലധികമായിട്ട് അന്നമനടയിൽ കസോക്കു കരാട്ടെ അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ചു. അതിലൂടെ ഒട്ടേറെ യുവ തലമുറ ആയിട്ടുള്ള ജനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആരോഗ്യമായിട്ട്. ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് കരാത്തയാണ്. അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ തുറന്നുകൊണ്ട് പോകുന്നു. ഈ ഒരു മെസ്സേജ് ഞങ്ങൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലഹരി വിരുദ്ധ റാലിയുടെ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. തങ്ങളുടെ ലഹരി ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും പങ്കുചേർന്ന റാലി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്ത റാലിയിൽ വിവിധ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും അണിചേർന്നു. ക്യാമ്പയിന് വലിയ പിന്തുണ ലഭിച്ചതോടെ കൂടുതൽ ശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കസോക്കു അക്കാദമിയുടെയും അവിടെ പരിശീലിക്കുന്നവരുടെയും തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.